ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സെപ്റ്റംബർ മന്തിൽ നിങ്ങളുടെ സോൾ നിങ്ങൾക്ക് വേണ്ടി തരാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വരുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്, നിങ്ങളുടെ സോൾ വഴി നിങ്ങൾക്ക് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സോളിന് ഈ ഒരു സമയം നിങ്ങളുടെ അടുത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ജസ്റ്റ് പൈലൊന്നും വയ്ക്കുന്നില്ല, ജസ്റ്റ് ഒരു പേഴ്സണൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ജനറൽ റീഡിംഗ് ആയിട്ടാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഈ ഒരു യൂണിവേഴ്സൽ പരമായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന യൂണിവേഴ്സൽ ഏഞ്ചൽ ആൻസിസ്റ്റേഴ്സൊക്കെ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ സോളിലേക്ക് വരുന്നൊരു ബ്ലെസ്സിങ്സ് എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എത്രത്തോളം ഒരു ഡെപ്ത് ഉണ്ട് ഈ ഒരു ഇതിനെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഈ ഒരു ടൈമിന്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ സോൾ എന്തൊക്കെ എവല്യൂഷൻസാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്, എന്തൊക്കെ ഈ ഒരു ടൈം ഈ ഒരു മന്ത്ലി നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ എന്തൊക്കെയാണെന്നാണ് നമ്മൾ മെയിൻലി നോക്കാൻ പോകുന്നത്. ഓക്കെ, ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ സോൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ അറിയാണ്ട് പോയ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പോലും അറിയാണ്ട് കിടക്കുന്ന എന്തൊക്കെയോ നിങ്ങളുടെ കഴിവുകളെ ഉണർത്തിയെടുക്കുന്ന ഒരു ടൈമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കുറേ അധികം ആൾക്കാർക്ക് പല രീതിക്കുള്ള കഴിവുകൾ കൊണ്ടായിരിക്കും ഈ ഒരു ഭൂമിയിലോട്ട് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ കുറേ അധികം ആഗ്രഹങ്ങൾ കൊണ്ടായിരിക്കും, കുറേ അധികം സോൾ പർപ്പസ് കൊണ്ടായിരിക്കും ഈ ഒരു ഭൂമിയിൽ നിങ്ങൾ വന്നിട്ടുണ്ടാവുക. പക്ഷെ നിങ്ങൾക്കറിയില്ലായിരിക്കും നിങ്ങളുടെ പർപ്പസ് എന്താണ്, നിങ്ങളുടെ കഴിവ് എന്താണ്, നിങ്ങളുടെ ഇന്നറായിട്ടുള്ള നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് മനസ്സിലാവാത്ത കുറച്ചധികം ആൾക്കാരുണ്ട്. എങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ പവർ ഈ ഒരു സമയത്ത് മനസ്സിലാവുന്നൊരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പോലും അറിയാണ്ട് പച്ച പിടിച്ച് കിടക്കുന്ന അല്ലെങ്കിൽ പൊടി പിടിച്ച് കിടക്കുന്ന ഒരു പവറിനെ നിങ്ങളായിട്ട് തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ മനസ്സിലാക്കി തരുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അത് നിങ്ങൾ പോലും വിചാരിക്കാത്ത ഭയങ്കരമായ കാഠിന്യമേറിയൊരു പവറായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ഒരു സോൾ പർപ്പസ് ആയിരിക്കാം, അത് മേ ബി നിങ്ങളുടെ ഒരു ആഗ്രഹമായിരിക്കാം. ഈ ഒരു ഒക്ടോബർ മന്തിൽ നിങ്ങൾക്ക് വരുന്നൊരു മേജർ ബ്ലെസ്സിങ്സ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മേജറായിട്ടുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു വലിയൊരു ബ്ലെസ്സിങ്സ് എന്തെന്ന് വെച്ചാൽ അത് തന്നെയാണ് ഭയങ്കരമായിട്ട് നിങ്ങളതിനെ ഉണർത്തിയെടുക്കുക എന്ന് നിങ്ങളുടെ സോൾ പറയുന്നുണ്ട്. മേ ബി ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് നിങ്ങളൊരു ഹീലിംഗ് ചെയ്യേണ്ട ഒരു ടൈമായിട്ട് കാണും, അല്ലെങ്കിൽ നിങ്ങളൊരു ഹീലറായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഉള്ളുകൊണ്ട് നിങ്ങളെ സോളിനെ നിങ്ങൾ ഒരു ചൈൽഡ്ഹുഡ് ട്രോമാസ് വന്ന് നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, ഭയങ്കരമായ നെഗറ്റിവിറ്റീസ് നിങ്ങളുടെ ലൈഫിൽ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റി പുതുതായിട്ടുള്ളൊരു മെഡിറ്റേഷൻ ചെയ്യാനുള്ളൊരു ടൈമായിട്ട് കാണാൻ പറ്റുന്നു. കുറേ അധികം ആൾക്കാർ ഈ ഒരു ടൈമിൽ ഇൻറ്റ്യൂഷൻസ് പവർ നിങ്ങളെ കഴിഞ്ഞു പോയി അല്ലെങ്കിൽ കഴിഞ്ഞ മാസം വരെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ സംഭവിച്ചത്, കാർമിക് സിറ്റുവേഷൻ ആയിരിക്കാം, ലൈഫിൽ മാറിയുന്ന കുറേ സിറ്റുവേഷൻ ആയിരിക്കാം, അതിനെയൊക്കെ മാറ്റിയിട്ട് പുതിയ പുതിയ കാര്യങ്ങളിലോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. മൂവ് ന്യൂ ഇൻ ദ ഡയറക്ഷൻ, അതായത് പുതിയ ഡയറക്ഷൻ്റെ ഉള്ളിലോട്ട് കടന്നു പോകൂ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ലോകത്ത് തന്നെ ഭയങ്കരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി, നിങ്ങളിപ്പോൾ നെഗറ്റിവിറ്റിയിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ലോകത്ത് തന്നെ പോസിറ്റിവിറ്റി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് വേറെ ആരും കൊണ്ടു തരത്തില്ല, നിങ്ങൾക്ക് തന്നെ മാക്സിമം പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ പോസിറ്റിവിറ്റി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് അതിനെ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. വേറൊരാൾ വഴി അല്ലെങ്കിൽ നിങ്ങളുടെ ചാവി വേറൊരാളുടെ കയ്യിൽ കൊടുക്കാണ്ടിരിക്കുക, പോസിറ്റീവിൻ്റെ ആയാലും നെഗറ്റീവിൻ്റെയും ചാവി നിങ്ങൾ വേറെ ആരും കൊടുക്കാണ്ടിരിക്കുക. മാക്സിമം നിങ്ങൾ വീട്ടിലിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹൗസ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള ടൈം വാല്യൂ കണ്ടുപിടിച്ചിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ബസ് കയറി 10-20 രൂപ കൊടുത്ത് കഴിഞ്ഞ് ജസ്റ്റ് അപ്പുറം വരെ പോവുക, അല്ലെങ്കിൽ ഇപ്പുറം വരെ ട്രാവൽ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. കുറേ അധികം ആൾക്കാർ വേറെ സ്ഥലത്തോട്ട്
എവല്യൂഷൻ, അതായത് പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ച് പുതിയ പുതിയ സ്ഥലത്തിലോട്ട് മേ ബി ഐ തിങ്ക് പുതിയ രാജ്യങ്ങളിലോട്ട് പോകുന്നതായിരിക്കും, പുതിയ സ്ഥലങ്ങളിലോട്ട് പോകുന്നതായിരിക്കും, പുതിയ നാട് വിട്ട് നാട്ടിലോട്ട് സെപ്റ്റംബർ നിങ്ങൾക്ക് എന്തായാലും ഒരു യാത്ര കൺഫേം 100% ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. നിങ്ങൾക്കൊരു യാത്ര കൺഫേം നിങ്ങൾക്കിവിടെ കാണിക്കുന്നുണ്ട്. അതും നിങ്ങൾക്ക് വേണ്ടി ഡിവൈൻ തന്നിരിക്കുന്നൊരു സ്ഥലത്തോട്ടാണ് നിങ്ങൾ പോകാൻ പോകുന്നത്. അത് ഈ ഒരു ഭൂമിയുടെ ഏത് ദിക്ക് മൂലയിലാണെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും ആ സ്ഥലത്ത് എത്തുമ്പോൾ. മേ ബി നിങ്ങൾ വീട്ടിൽ പോകുന്ന ടൈമായിരിക്കാം, മേ ബി നിങ്ങളുടെ സ്ഥലത്തിലോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പോകുന്നത്. പക്ഷേ നിങ്ങൾ ആ സമയത്ത് നിങ്ങളോട് പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ടും ഹാപ്പി ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുക. മേ ബി അവിടെ നിന്നും നാട്ടിൽ നിന്നും ഗൾഫിൽ നിന്നും നാട്ടിലോട്ട് വരുന്നതായിരിക്കാം, നാട്ടിൽ നിന്നും ഗൾഫിലോട്ട് പോകുന്നതായിരിക്കാം, പഠിക്കാൻ പോകുന്നതായിരിക്കാം, ഒരു ട്രിപ്പിന് പോകുന്നതായിരിക്കാം, എവിടെയോ നിങ്ങളൊരു സഞ്ചരിക്കുന്നുണ്ട്, എവിടെയോ ഒരു ട്രാവലർ ബേസ് പരമായിട്ട് എന്തോ ഒരു ഡയറക്ഷനിൽ നിങ്ങൾ മൂവ് ചെയ്യുന്നുള്ള ഒരു ടൈമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ചധികം ആൾക്കാരെ എനിക്ക് കാണാൻ പറ്റുക, നിങ്ങൾക്ക് നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ ട്രസ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ടുള്ള വിജയവും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന സോളിഡിന് ചാർട്ട് ചെയ്തു തരാൻ പറ്റത്തുള്ളൂ. ഇപ്പം കഷ്ടപ്പാടുകളും അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് പോസിറ്റിവിറ്റി ഉള്ളത്. നിങ്ങൾ ആ ഒരു പോസിറ്റിവിറ്റി നിൽക്കുമ്പോഴത്തേക്കും നിങ്ങൾ ആ നെഗറ്റിവിറ്റിനെ കാണുന്നത് ഭയങ്കര പോസിറ്റിവിറ്റി ആയിരിക്കും. ഇപ്പം കുറേ അധികം പ്രശ്നങ്ങളിലോട്ട് കടന്നു പോയിട്ട് അവിടെ നമുക്കൊരു പോസിറ്റിവിറ്റി കിട്ടുന്ന സമയത്ത് നമ്മൾ തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് നമുക്ക് തോന്നും. നെഗറ്റീവ് നമ്മൾ പോസിറ്റീവ് പറയും ഒരു ടൈമിൽ. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ വരേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അതിലോട്ട് ഞാൻ കൂടുതൽ കയറുന്നില്ല. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ ഭയങ്കരമായിട്ടും ഹോണസ്റ്റ് ആവാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നിങ്ങളിലോട്ട് കൂടുതലും ശ്രദ്ധ ചെലുപ്പിച്ചിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ മൂഡിലോട്ടിരിക്കാൻ വേണ്ടി നോക്കുക. നിങ്ങളുടെ സോളിന് എന്താണോ ആഗ്രഹം, നിങ്ങളുടെ സോളിനെ ഉണർത്തിയെടുക്കാൻ വേണ്ടി മാക്സിമം നോക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മൂർച്ചയേറിയ ഒരു വാളാണ് നിങ്ങളുടെ കയ്യിലോട്ടിരിക്കുന്നത്. അപ്പം ആ ഒരു വാളിനെ യൂസ് ചെയ്യാൻ പഠിക്കുക. അതിനെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ആയിരിക്കാം, ചിലപ്പം നിങ്ങളുടെ ബ്രെയിൻ ആയിരിക്കാം, അതിനെ മാക്സിമം യൂസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി നോക്കുക എന്നാണ് പറയാനുള്ളത്. ഐ തിങ്ക് നിങ്ങൾ കലാപരമായിട്ടുള്ളൊരു കഴിവുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ എന്തൊക്കെയോ, ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയോ സ്ട്രെങ്ത് ഉണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെയോ കഴിവുണ്ട്, നിങ്ങൾ പോലും അറിയാത്ത എന്തൊക്കെയോ ഒരു സോൾ കഴിവ് നിങ്ങളുടെ ഉള്ളിൽ കിടപ്പുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അറിയാം, അതിൻ്റെ ഒരു അംശം മാത്രമായിട്ടാണ് കാണിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും ഡിവൈൻ തുറന്ന് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല എന്ന് റിയലൈസ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലോട്ട് കൂടുതൽ ഫോക്കസ് ആവുന്ന സമയത്ത് നിങ്ങൾക്കത് റിയലൈസ് ആവും എന്താണ് നിങ്ങളുടെ പവർ, എന്താണ് നിങ്ങളുടെ കാര്യങ്ങൾ. അത് നിങ്ങൾ കൂടുതൽ കമ്മിറ്റഡ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണോ അത് നിങ്ങൾ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അതിലോട്ടൊക്കെ കിടക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള വാല്യൂ കൂടുതൽ മനസ്സിലാവുകയും നിങ്ങൾ അതിലോട്ട് ഇറങ്ങി പോകാനുള്ള കൂടുതൽ ചാൻസ് ഉള്ളതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ടൈം നിങ്ങളുടെ സോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കൂടുതലും ശ്രവിക്കാൻ വേണ്ടി നോക്കുക, കൂടുതലും ഹമ്പിൾ ആവാൻ വേണ്ടി നോക്കുക, പഴയതിൽ നിന്നും ഒരു ട്രാൻസ്ഫർമേഷൻ ആവാൻ വേണ്ടി നോക്കുക. എന്ത് പ്രശ്നം ലൈഫിൽ ഉണ്ടായാൽ തന്നെ അതിനെയൊക്കെ തരണം ചെയ്ത് നിൽക്കാനുള്ളൊരു കപ്പാസിറ്റി മാക്സിമം നിങ്ങൾ തന്നെ മേക്ക് ചെയ്ത് ഫോക്കസ് ആവാൻ വേണ്ടി നോക്കുക എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഭയങ്കരമായിട്ടും കഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾ ഭയങ്കരമായിട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ട് സിറ്റുവേഷൻ എല്ലാത്തിനും പൊരുതി നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ ഒരു ടൈമിൽ ഡിവൈൻ ഇതെല്ലാം കാണുന്നുണ്ട്. പക്ഷേ നിങ്ങളെ ഇതിൽ നിന്നും ഞാൻ പറഞ്ഞില്ലേ, ദിസ് ഈസ് എ ഗെയിം, ഇതൊരു ഗെയിമാണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു കോമ്പറ്റീഷനിൽ ജയിക്കാൻ പറ്റണം. മറ്റുള്ളവരെക്കാളും നിങ്ങളുടെ സോളിന് പവർ ഉണ്ട് എന്ന് ഈ ഒരു യൂണിവേഴ്സിൽ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾ അതിലോട്ട് വേണ്ടി ഇറങ്ങാൻ വേണ്ടി കഴിഞ്ഞാൽ ദൈവം നിങ്ങളുടെ ഉള്ളിലാണെന്ന് വിശ്വസിച്ച് നിങ്ങൾ എല്ലാ പ്ലാനും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി തുനിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ദ ഹോൾ യൂണിവേഴ്സ് നിങ്ങളുടെ കയ്യിലോട്ട് വൺ ടൈമിൽ നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യും. ഓക്കെ, ദ ഡിവൈൻസ് ആർ പ്ലാനിങ് യു. അതാണ് നിങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം അല്ലെങ്കിൽ വൺ ടൈമിൽ നിങ്ങൾക്ക് വേണ്ടി എല്ലാം പ്ലാൻ ചെയ്യും. പക്ഷേ ആരെയും എനർജി മോഷ്ടിക്കാണ്ടോ അല്ലെങ്കിൽ ആരുടെയും എനർജി പരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാണ്ട് ഭയങ്കരമായിട്ടും ഹമ്പിളായിട്ട് അഹങ്കാരമോ അല്ലെ അഹംഭാവമോ ഒന്നും കാണിക്കാണ്ടിരിക്കുക. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ടൈം നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരുന്ന സമയത്ത് ജസ്റ്റ് മരണത്തെക്കുറിച്ച് ഓർക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം എല്ലാവരും ഈ പറയുന്ന മരണത്തിലോട്ട് കടക്കുന്ന ആൾക്കാരാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം നിങ്ങളെ റിയലൈസ് ചെയ്യുക, നിങ്ങളെ തിരിച്ചറിയുക എന്നുള്ള കാര്യമാണ് നിങ്ങൾക്ക് കൂടുതലും ചെയ്യാൻ പറ്റുക. ബാക്കി പണമുണ്ടാക്കുക അതൊക്കെ നിങ്ങളുടെ ആഗ്രഹങ്ങളായിരിക്കാം. നിങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ പണം ഉണ്ടാക്കുക, പ്രസക്തി നേടുക, അങ്ങനത്തെക്കുള്ള കുറേ അധികം അതിനൊന്നും ഒരിക്കലും നിങ്ങൾ ഇതാക്കാണ്ടിരിക്കുക. അതൊക്കെ വേണം. ഒരാളുടെ ലൈഫിൽ പണം, സമ്പാദ്യം അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ജീവിച്ചു പോകാൻ പറ്റില്ല. പക്ഷേ ഇതിനോടൊപ്പം തന്നെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി കണ്ടെത്തി നിങ്ങൾ അതിലോട്ട് കടന്ന് നിങ്ങളുടെ സോളിന് എന്താണോ വേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കൊരു ലാസ്റ്റ് പോയിന്റിൽ ഓഫ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏജ്ഡ് ആവുന്നൊരു ടൈമിൽ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ
ഓക്കെ ഇതായിരുന്നു റിയലൈസേഷൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. കാരണം അന്ന് ആ ഒരു ടൈമിൽ ഒറ്റയ്ക്കായി പെടുമ്പോഴത്തേക്കും നിങ്ങളുടെ സോൾ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അന്നൊരു എൻലൈറ്റ്മെൻറ്റ് ഉണ്ടാവണം. നിങ്ങളുടെ സോൾ നിങ്ങളുടെ കൂടെ വേണം ആ ഒരു ടൈമിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നിങ്ങൾ അതിനുള്ള പ്രോസസ്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് സോൾ ഭയങ്കര പാടായിരിക്കും നിങ്ങൾക്ക് അതിന് ആ ഒരു ടൈമിൽ അവേക്കനിങ് ആക്കി എടുക്കാൻ. അപ്പം ഈ ഒരു ടൈമിൽ ചെയ്ത് കഴിഞ്ഞാൽ മക്കളും ഭാര്യയും ആരും ഇല്ലാത്തൊരു ടൈമിൽ ഈ നിങ്ങളുടെ സോൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് പറയാം. കുറേയധികം ആൾക്കാരുടെ ഭയങ്കരമായിട്ടും എത്ര പൊരുതിയിട്ടും എത്ര സിറ്റുവേഷൻ ഇതായിട്ടും ഡാർക്ക് സിറ്റുവേഷൻ ഈ വ്യക്തിയുടെ ലൈഫിൽ വന്നിട്ട് ഭയങ്കരമായിട്ടും വിഷമിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. ദാറ്റ്സ് എ ഫേസ്. ഈ ഫേസ് നമുക്ക് നോക്കുമ്പോൾ വന്ന കുറച്ചധികം ആൾക്കാർ അറിയാൻ പറ്റും. ഭയങ്കര കണ്ണ് കലങ്ങിയിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കാണാൻ പറ്റുന്നു. ഈ ഒരു ടൈം നമുക്കിപ്പം കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. സ്വന്തമായിട്ട് ഈ വ്യക്തിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഈ വ്യക്തിക്ക് ഒന്നിനും പറ്റാത്തൊരു സിറ്റുവേഷൻ. ഭയങ്കരമായിട്ടും എന്താ പറയുക, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാ രീതിയിലും. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു കുറേയധികം ആൾക്കാർ സ്പിരിച്വാലിറ്റിയിൽ ഇറങ്ങി നിൽക്കുന്ന ടൈമായിട്ട് കാണാൻ പറ്റും. അങ്ങനെ സ്പിരിച്വാലിറ്റിയിൽ ഇറങ്ങി നിൽക്കുന്ന ടൈമാണെങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതെല്ലാം ഒരു വിധിപരമായിട്ട് അല്ലെങ്കിൽ ഒരു പ്ലാൻ ചെയ്ത് വരുന്നൊരു സിറ്റുവേഷനാണ്. ദ ഹോൾ യൂണിവേഴ്സ് പ്ലാൻ ഫോർ യു. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ യൂണിവേഴ്സ്. എല്ലാ രീതിയിലുള്ള സിറ്റുവേഷൻസും നിങ്ങൾക്ക് വേണ്ടി ഓൺ ടൈം പ്ലാൻ ചെയ്യും. അതായത് നിങ്ങളുടെ ജനനം മുതൽ അവസാനം വരെ, അല്ലെങ്കിൽ നിങ്ങളുടെ എത്രയോ ലൈഫ് സ്പാൻ ഫുള്ള് പ്രോസസ്സ് ചെയ്ത് അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ടൈമായിട്ടാണ്. അത് ഞാൻ പലപ്പോഴും കടന്നു പോകുന്ന സിറ്റുവേഷൻ എനിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഇത് ഫുൾ പ്ലാനിങ് ആയിരുന്നു. ഫുൾ പ്ലാൻ പരമായിട്ട് പോകേണ്ട സിറ്റുവേഷൻസ് ആണെങ്കിൽ പ്ലാൻ പരമായിട്ട് പോകുന്നൊരു ടൈമിൽ തന്നെ വരും. അപ്പോൾ നിങ്ങൾ അതൊന്നും കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മാക്സിമം നിങ്ങൾ ജെന്യുവിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ആരെയും ദ്രോഹിക്കാണ്ട്, ആരെയും മനസ്സ് വേദനിപ്പിക്കാണ്ട് പ്ലാൻ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒന്നും കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പേടിക്കണം. എല്ലാ ലൈഫ് ഒരു ടൈം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാലം ചേഞ്ച് ആവും, കാലചക്രം മാറും. ഓക്കെ, അതിന് വരെ നിങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം നിങ്ങൾ ആ ഒരു സേഫ് സോണിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോകാണ്ട് ആ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് അതിലോട്ട് പോയി ആ ഒരു സേഫ് സോണിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവിടെ നിന്ന് ഡൗൺ ആക്കാൻ സമ്മതിക്കില്ല. പിന്നെ നിങ്ങൾക്ക് ഉയർച്ച മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ആ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് താഴ്ച വരത്തില്ല. ഫുൾ ഡിവൈൻ പ്ലാൻ ആയിരിക്കും. പിന്നെ നിങ്ങൾ ആ ലൈഫിലോട്ട് വരുന്നത് കറക്റ്റ് ടൈമിൽ നിങ്ങൾ അടുത്തോട്ട് വരുന്ന ആൾക്കാരെല്ലാവരും നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് വന്ന് തുടങ്ങും. അത് നിങ്ങൾക്ക് റിയലൈസ് മേ ബി അത് റിയലൈസ് ചെയ്ത ആൾക്കാരായിരിക്കും നിങ്ങൾ. അപ്പോൾ മെയിൻലി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു ഇന്നർ ഹീലിംഗ് ആയിരിക്കാൻ വേണ്ടത്. കാരണം ഈ ഒരു സിറ്റുവേഷൻ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ തടസ്സങ്ങളും വന്നാൽ പോലും ഇതൊക്കെ പാസ്റ്റ് ലൈഫിൽ നിന്ന് കണക്ഷനുള്ള കുറേയധികം ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. കൊച്ചിലേ കിട്ടിയ ട്രോമാസ്, ചെറുതിലേ കിട്ടിയ സിറ്റുവേഷൻസ് നിങ്ങളെ ഈ ഒരു പരുവത്തിലാക്കാൻ കാരണം നിങ്ങളുടെ അനുഭവങ്ങളായിരിക്കാം, നിങ്ങളുടെ സിറ്റുവേഷൻസ് ആയിരിക്കാം, നിങ്ങൾ കടന്നു വന്ന സാഹചര്യങ്ങളായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും നെഗറ്റിവിറ്റീസോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു ഹീല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഹീല് ചെയ്ത് മെഡിറ്റേഷൻ ചെയ്ത് അതിനൊക്കെ മാറ്റാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങൾക്ക് പറ്റും. കാരണം നമ്മുടെ സോളിന് നമ്മളെ ബ്രെയിൻ മാറ്റാനും, അല്ലെങ്കിൽ നമ്മുടെ സോളിന് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനും, നമ്മുടെ സോളിന് നമ്മുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിലുള്ള ട്രോമാസ് എല്ലാം മാറ്റാൻ വേണ്ടി നമുക്ക് സ്വയമേ തന്നെ ഹീലാവാൻ വേണ്ടിയുള്ളൊരു, ഇപ്പം നമ്മൾ പാമ്പിന് ദൈവം ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട് പടമൂരി വെക്കാനുള്ള. അതായത് പാമ്പിൻ്റെ പടമൂരി പുതിയൊരു പാമ്പാവാനുള്ളൊരു ഇത് തന്നിട്ടുണ്ട്. അതേ കണക്കിന് നമ്മുടെ സോൾ നമുക്ക് ബ്രെയിൻ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ദൈവം നമുക്ക് ബ്രെയിൻ തന്നിട്ടുണ്ട്. അപ്പം നമുക്കതൊക്കെ മറന്ന് നമുക്ക് ആ ഒരു ബുദ്ധി ഉപയോഗിച്ച് സെൻസ് ഉപയോഗിച്ച് വേറെ ജീവജാലക്കൊന്നും കൊടുക്കാത്തതുകൊണ്ട് നമുക്ക് തന്നതുകൊണ്ട് നമുക്കത് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ നമുക്കത് ഉപകാരം ഉണ്ടാവുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ സംഭവത്തിലും അല്ല എല്ലാ സ്ഥലത്തും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എന്തൊക്കെയാണോ അതൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം ഒരു മടി പിടിച്ചിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി എന്താണ് ഈ ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക അത് നിങ്ങൾ ചെയ്ത് അതിലോട്ട് കാണാം. അപ്പം സേഫ് സോണിലിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഭയങ്കര സേഫ് സോണിലിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, ഓരോ കാര്യങ്ങൾ പഠിച്ച് നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾ അവിടെ നിന്ന് പഠിച്ച് നിങ്ങൾ ഓരോന്നും ഐ തിങ്ക് നിങ്ങൾ ഭയങ്കരമായിട്ടുള്ളൊരു ജെന്യുവൻ വ്യക്തികളായിട്ട് കുറേയധികം ആൾക്കാരെ എനിക്ക് കാണാൻ പറ്റുന്നത്. സെറ്റ് യുവർ ഹയർ സെൻസ്. ഈ ഒരു ലോ എനർജിയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഹയർ എനർജി ഇട്ടണം. പയ്യെ ഹൈ എനർജിയിലോട്ട് പോകണം. ആരോഗ്യം, അതേപോലെ തന്നെ മെഡിറ്റേഷൻ, നല്ല ചിന്താഗതി, പോസിറ്റിവിറ്റീസ് ആയിട്ടുള്ള ചിന്താഗതി, ഇതൊക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് വരുമ്പോൾ നിങ്ങൾ ചേഞ്ച് ആവാൻ തുടങ്ങും. നിങ്ങളുടെ ഫേസ് ഭയങ്കര വിഷമം, ഭയങ്കരമായിട്ടുള്ള അഗ്ലി ഫേസ് ആയിട്ട്, അതായത് നിങ്ങൾ ലജ്ജിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നിങ്ങളും ഈ ഒരു ലോകത്ത് ഒരു പാർട്ടിസിപ്പേറ്റ് ആണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ എനർജി ഭയങ്കരമായിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള അബണ്ടൻസ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഹംബിൾ ആവുക.
ഐ തിങ്ക് എനിക്ക് പറയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലുണ്ടെങ്കിൽ കണ്ണാടിയുടെ മുന്നേ ചെന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ മുഖത്ത് നോക്കിയിട്ട് കണ്ണിൽ നോക്കിയിട്ട് കുറച്ച് താങ്ക്സ് പറഞ്ഞാൽ മതി. അപ്പം തന്നെ നിങ്ങൾക്കൊരു എനർജി ഉണ്ടാകും ഓൾറെഡി. നിങ്ങൾ എന്താണെന്ന് നിങ്ങളെ നേരിട്ട് കാണുന്ന സമയത്ത്, നിങ്ങൾക്ക് നേരിട്ട് റിയലൈസ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ മനസ്സിലാവുന്ന സമയത്ത് ദ ഹോൾ യൂണിവേഴ്സ് പ്ലാനിങ് ഫോർ യു. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാൻ തുടങ്ങും. അതായത് നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കണം. അതിനുവേണ്ടി കുറേ പ്രശ്നങ്ങൾ, നിങ്ങളൊരു സംഭവത്തിലോട്ട് നിങ്ങളൊരു ഒരു സിറ്റുവേഷനിലോട്ട് ഇറങ്ങുന്ന ടൈമിൽ നിങ്ങൾക്ക് അവിടെ പ്രശ്നങ്ങളാണ് ആദ്യം തരുന്നത്. കാരണം അവിടെ നിങ്ങൾ പിന്നീട് തരണം ചെയ്യണം. പോസിറ്റീവ് തന്നു കഴിഞ്ഞാൽ പിന്നീട് പോസിറ്റീവ് മാത്രം കൊണ്ടല്ല, അങ്ങനെ അല്ല, നെഗറ്റീവ് വശം അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇതൊക്കെ നിങ്ങളുടെ സോൾ, ഇപ്പം ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോൾ പോലും എൻ്റെ സോൾ ഉള്ളിലിരുന്നുകൊണ്ട് ഇതൊക്കെ കാണുന്നുണ്ട്. കാരണം എനിക്ക് വേണ്ടിയിട്ടുള്ളത് അടുത്ത ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വേണ്ടി മാക്സിമം പ്രയത്നിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണോ നിങ്ങൾക്ക് ഉൾക്കാഴ്ച ഉണ്ടാവുക. ഐ തിങ്ക് എനിക്ക് കാണുന്നതെന്ന് വെച്ചുമ്പോഴത്തേക്കും ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് മെയിൻലി പറയുന്ന സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ജസ്റ്റ് ഒരു ഫോട്ടോ ആയിട്ട് കരുതണ്ട. ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഈ വ്യക്തിയുടെ കയ്യിലിരിക്കുന്ന ഒരു ബൈനോക്കുലർ അല്ലെങ്കിൽ ഒരു ഇതാണ് ഇരിക്കുന്നത്. ഇത് വെച്ച് ഈ വ്യക്തിക്ക് എത്ര ദൂരം വേണോ കാണാൻ പറ്റും. പക്ഷേ കണ്ണിൻ്റെ കാഴ്ചയേക്കാളും ഈ വ്യക്തിയുടെ ഉള്ളൊരു പവർ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു സാധനം വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇന്നർ സ്ട്രെങ്ത് വെച്ചിട്ട്, ഒരു ഇന്നർ സ്ട്രെങ്ത് തന്നു കൂട്ടുക. ഈ ഒരു സംഭവം വെച്ചിട്ട് ആ വ്യക്തിക്ക് എവിടെ വേണമെങ്കിലും കാണാൻ പറ്റും. എത്ര ചന്ദ്രനെ വേണമെങ്കിൽ അടുത്ത്, ആകാശം മുട്ടം നിൽക്കുന്ന ചന്ദ്രനെ വേണമെങ്കിൽ അടുത്ത് കാണാൻ പറ്റുന്ന സംഭവം ഈ വ്യക്തിയുടെ കയ്യിൽ ഇരിപ്പുണ്ട്. പക്ഷേ അത് നിങ്ങൾ മനസ്സിലാക്കാണ്ട് അല്ലെങ്കിൽ നിങ്ങളത് റിയലൈസ് ചെയ്യാണ്ട് ഭയങ്കരമായിട്ട് അതും വെച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ മുഖം നോക്കും നിങ്ങൾ അറിയാം, വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ ഒരു ടൈമിൽ ഈ ഒരു ഫേസ് വിഷമിക്കും. കുറച്ച് നിങ്ങൾ ഇപ്പോൾ അടുത്ത വീഡിയോയിൽ നോക്കുന്ന സമയത്ത് ഇത് നിങ്ങളൊന്ന് ഈ കണ്ണടിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ നിങ്ങൾ വരുന്ന സമയത്ത് ഇത് സന്തോഷിച്ചിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു മാജിക് എന്ന് പറയുന്നത്. ഇത് സന്തോഷിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് വെറി എനർജി. നിങ്ങളുടെ എനർജിക്ക് അനുസരിച്ചായിരിക്കും ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലോട്ട് വരും. നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ഭയങ്കരമായി നിങ്ങൾ റിയലൈസ് ചെയ്ത് ഇതൊക്കെ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് യുവർ എനർജി ആയി അമ്പിളായി കഴിഞ്ഞാൽ ഈ ഒരു ഫേസിലോട്ട് പോകും. അതായത് ഭയങ്കരമായിട്ടും എന്താ പറയുക, ചിരിച്ച നിങ്ങളെ റിയലൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസും എല്ലാം ഓപ്പർച്യൂണിറ്റി, നിങ്ങളുടെ ലൈഫ് എല്ലാം മാറുന്നൊരു സിറ്റുവേഷനിലോട്ട് നിങ്ങൾ ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഭയങ്കരമായിട്ട് മാറി തുടങ്ങും. പിന്നെ അത് തന്നെ ശീലിച്ച് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് പൊയ്ക്കോളും. ആ ഒരു ഓപ്പർച്യൂണിറ്റി വഴി അങ്ങനെ അങ്ങ് പൊയ്ക്കോളും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ചിലപ്പോൾ മാർക്കും പേഴ്സൻറ്റേജും താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോയിട്ട് കാണാം. ഓക്കെ, ബൈ.